ഹായ് ഹലോ. ഇന്ന് നമുക്ക് കൊത്തച്ചപ്പാത്തി ഉണ്ടാക്കാം. അതിനു വേണ്ടി 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനോട് കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക്, ഇത് നല്ലോണം ഒന്ന് ഇളക്കി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുന്നുണ്ട്. അതിനകത്ത് സവാള, കറിവേപ്പില, പച്ചമുളക്, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടുമ്പോഴത്തേക്ക് ഇനി അടുത്തതിടാം. ക്യാരറ്റ്, വെജിറ്റബിൾ, പിന്നെ ക്യാബേജ്, ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ട് നമുക്കതിടുന്നില്ല. അതിന് പകരം നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് മല്ലിയിലയും ക്യാപ്സിക്കവും ഇല്ല, അത് രണ്ടും നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. ഒന്ന് നല്ലോണം വാട്ടിയെടുക്കാം. ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാം. നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. ഇതിനകത്ത് ഇനി മുട്ട ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിനകത്ത് മസാലക്കൂട്ട് ചേർക്കാം. മല്ലിപ്പൊടി കുറച്ച് മതി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, എല്ലാം കൂടെ നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ ഉപ്പിട്ടായിരുന്നു, നോക്കിയിട്ട് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. അത് നോക്കി കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം. ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചപ്പാത്തി കീറി വെച്ചതാണ്, അതിട്ട് കൊടുക്കാം. അതിട്ട് ഇളക്കി കൊടുക്കാം. ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. നമ്മുടെ
കൊത്തൻ ചപ്പാത്തി എന്ന് പറയുന്നത്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം കഴിക്കാൻ നല്ല എളുപ്പമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി ഒരു പാത്രത്തിലോട്ടാക്കാം. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള കൊത്തൻ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. എല്ലാ വീടുകളിലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ചപ്പാത്തി കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഇങ്ങനെ ചപ്പാത്തി ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ കഴിക്കുക, എളുപ്പം കഴിക്കും. അവർ ഭയങ്കര ഇഷ്ടപ്പെടും. എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. ജോലിക്കൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ചായയാക്കി കൊടുത്താൽ കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് വലിയ ചിലവൊന്നുമില്ല. കുറച്ച് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും പിന്നെ കുറച്ച് എനിക്ക് 2 സാധനം ഇതിന് ചേർക്കാൻ പറ്റിയില്ല. ഒരു ക്യാപ്സിക്കോയും പിന്നെ കുറച്ച് മല്ലിയിലയും, ബാക്കിയെല്ലാം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നാളെ വരാം. എല്ലാവരും വീടുകളിൽ ഒന്നുകൂടെ പറയുക, തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചു നോക്കണം. നിങ്ങൾക്ക് പിന്നെയും കഴിക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്.